Welcome to yet another episode of AV Tiles and Sanitary Kollam. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മിസ്റ്റർ സെൽവകുമാർ അല്ലെങ്കിൽ കൊല്ലം മൊത്തം കുമാരണ്ണൻ എന്ന് അറിയപ്പെടുന്ന ഈ ഫീൽഡിൽ കുറഞ്ഞത് ഒരു 20-26 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ പുതിയ സെയിൽസ് മാനേജറായിട്ട് ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നത്. കുമാരണ്ണ, വെൽക്കം ടു ദി ഷോപ്പ്. കുമാരണ്ണൻ ഏതാണ്ട് 22 ഇയേഴ്സ് ബാക്ക് ഞാൻ ഈ ബിസിനസിന്റെ ABCD പഠിച്ചത് കുമാരണ്ണന്റെ കയ്യിലാണ്. 2002-2003 കുമാരണ്ണൻ മെയിൻ സെയിൽസ്മാൻ ആയിരിക്കും, ഞാൻ അസിസ്റ്റന്റ് ആയിട്ടാണ് ഈ ബിസിനസ് ആദ്യം പഠിക്കുന്നത്. പക്ഷേ അതിനും 6 വർഷം മുമ്പ് ഗ്രാനൈറ്റ് ബിസിനസിന്റെ ABCD കുമാരണ്ണൻ പഠിച്ചത് എൻ്റെ ഫാദറിന്റെ കയ്യിൽ നിന്നാണ്. അപ്പം അങ്ങനെ ഒരു ഗുരു ശിഷ്യ റിലേഷൻ ഞങ്ങളുടെ ഫാമിലിയിലെ കുമാരണ്ണനുമായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 20-26 വർഷമായിട്ട് കുമാരണ്ണൻ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അടുത്ത കാലത്ത് കുമാരണ്ണൻ വേറൊരു മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും ഈ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള വളരെയധികം വ്യക്തിബന്ധങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കുമാരണ്ണൻ. അതുകൊണ്ട് ഒരുപാട് നല്ല സർവീസസ് നമുക്ക് ഇവിടെ AVയിൽ ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മുടെ സർവീസ് എക്സ്പീരിയൻസ് വളരെ ഹൈലി റേറ്റഡ് ആണ്. പക്ഷെ ആ സർവീസ് എക്സ്പീരിയൻസിൽ ഇനിയും മാറ്റം കൂടാൻ പോകുന്നു. ഇനി കുമാരണ്ണൻ ഇവിടെ കാണും എന്നോടൊപ്പം നിങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുമാരണ്ണൻ ഇപ്പോൾ ജോയിൻ ചെയ്തപ്പം ഇതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി, അതായത് ദമാം മാർബിൾസ് എന്ന് പറയുന്ന കമ്പനി പൊതുവെ അൺബ്രാൻഡഡ് ടൈൽസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അൺബ്രാൻഡഡ് ടൈൽസ് അങ്ങനെ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കടയല്ല. നമ്മൾ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ് എപ്പോഴും കസ്റ്റമേഴ്സിനെ എടുക്കാൻ എൻകറേജ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം കുമാരനോട് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു അൺബ്രാൻഡഡ് സെഗ്മെന്റ് ഒരു 20 വർഷം നമ്മൾ രണ്ടുപേരും ഒരു 3 കിലോമീറ്റർ അകലെ പ്രവർത്തിച്ച് ഒരേ മാർക്കറ്റിനെയാണ് നമ്മൾ സെർവ് ചെയ്തത്. അപ്പം അവിടെ നിന്നുകൊണ്ട് AV മാർബിൾസിനെ കുറിച്ചുള്ള ഒരു ഇമേജ് എന്തുവായിരുന്നു മനസ്സിൽ? ആരെങ്കിലും വന്ന് AV മാർബിൾസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തുവാണ് ഫസ്റ്റ് ഇംപ്രഷൻ? ബ്രാൻഡഡ് ഐറ്റം തിരക്കി വരുമ്പോൾ പറയുന്നത് AVയിൽ അടുത്ത് ഷോപ്പ് അൺബ്രാൻഡഡ്, ഞങ്ങൾ അൺബ്രാൻഡഡ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് 20 വർഷമായി. അതെ. ഇപ്പോൾ ബ്രാൻഡഡ് ഐറ്റത്തിന് ആരെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ തൊട്ടടുത്ത് ഷോപ്പ് പറയുന്നതിൽ മെയിനായിട്ട് പറയുന്നത് AV മാർബിൾ, പിന്നെ ഉഷസ് ഉണ്ട്, അതും അടുത്താണ്. അപ്പോൾ ഒരുപാട് പേരെയും ഫാമിലിപരമായ ബന്ധമുള്ളത് കൊണ്ട് AVയിലോട്ട് അങ്ങനെ കാരണം കൂടുതൽ ബന്ധം കിടക്കുന്നതുകൊണ്ട് ആദ്യം AVയുടെ പേര് പറയുന്നത്. പക്ഷെ അല്ലാതെ എന്തെങ്കിലും പേടി ഇനി അവിടെ ചെന്ന് ഒരുപാട് വില എടുത്തു കളയും അല്ലെങ്കിൽ ഒരുപാട് മോശം എന്തെങ്കിലും അനുഭവം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ബ്രാൻഡഡ് ഐറ്റം ആകുമ്പോൾ റേറ്റ് വ്യത്യാസം കാണുമല്ലോ, അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ബാക്കിയുള്ള മാർക്കറ്റിൽ. പക്ഷെ അവരത് പേ ചെയ്യാൻ റെഡി ആയതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ബ്രാൻഡഡ് എവിടെ കിട്ടുമെന്ന്. അതുകൊണ്ട് AVയിൽ പോയിട്ട് സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് തിരക്കാറുണ്ട്, അവിടെ പോയിട്ട് എന്തായി, കുഴപ്പമില്ല, സാറ്റിസ്ഫാക്ഷൻ ആണ്. ഏതും റേറ്റിന്റെ കാര്യത്തിലായാലും മെറ്റീരിയലിന്റെ ക്വാളിറ്റിയുടെ കാര്യം. ഞാനും ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ലോ കോസ്റ്റ് ഐറ്റം വേണം, അല്ലെങ്കിൽ ഒരു സാനിറ്ററി വേണം, അല്ലെങ്കിൽ ഒരു CP ഫിറ്റിംഗ്സ് ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ദമാമി പോയി അത് മേടിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ കടയ്ക്കും അതിൻ്റെതായ എല്ലാ സെഗ്മെന്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ അൺബ്രാൻഡഡിന്റെ ഒരു ഇമേജ് നമുക്കറിയാം മാർക്കറ്റിൽ ഇങ്ങനെ കുറഞ്ഞ ടൈൽസ് ആണ്. അപ്പോൾ ആ ടൈൽസിന്റെ പേര് തന്നെ കുറഞ്ഞ ടൈൽസ് എന്നല്ല, കുറഞ്ഞ വിലക്കുള്ള ടൈൽസ് എന്നല്ല അറിയപ്പെടുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാ? 10-20 വർഷത്തോളം അൺബ്രാൻഡഡ് സെയിൽ ചെയ്തപ്പോൾ അതിനോടുള്ള ഒരു അൺബ്രാൻഡഡ് മെറ്റീരിയൽ അത് ഈ പറയുന്ന അത്രയും മോശമാണോ? അല്ലല്ല, അൺബ്രാൻഡഡ് മോശവും ഉണ്ട്. നല്ല അൺബ്രാൻഡഡിൽ തന്നെ ഒരുപാട് നല്ല കമ്പനികളുണ്ട്. ഒരുപാട് കമ്പനികളും നല്ല രീതിയിൽ പോകുന്നതാണ്. ഇപ്പൊ 20 വർഷമായിട്ട് ചെയ്തിട്ട് ഒരു കംപ്ലൈന്റും ഇതുവരെയൊക്കെ അൺബ്രാൻഡഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കി പർച്ചേസ് ചെയ്താൽ പ്രശ്നമില്ലാതെ പോകും. കാരണം റേറ്റ് കുറയ്ക്കാൻ വേണ്ടി അൺബ്രാൻഡിലോട്ട് പോയി ക്വാളിറ്റി മോശമാവുന്ന സ്റ്റേജുകളുണ്ട്. ഇത് അൺബ്രാൻഡഡ് തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ പർച്ചേസ് ചെയ്താൽ നമുക്ക് കംപ്ലൈന്റ് ഇല്ലാതെ ഇപ്പോഴും 20 വർഷമായി ചെയ്തിട്ട് കംപ്ലൈന്റ് ഇല്ലാത്ത അൺബ്രാൻഡഡ് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. അപ്പം റേറ്റും കുറഞ്ഞു നിൽക്കും, പക്ഷേ ക്വാളിറ്റി അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഉണ്ട് മാർക്കറ്റിൽ. പക്ഷേ ബ്രാൻഡഡ് മാത്രം വിൽക്കുന്ന കടകൾ ഞങ്ങളെ പോലുള്ളവരാകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കസ്റ്റമേഴ്സ് ഞങ്ങൾ ഇന്നുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പം കാരണം പറയുന്ന അൺബ്രാൻഡഡിനകത്തും നോക്കി പർച്ചേസ് ചെയ്താൽ, അല്ല നല്ല പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നോക്കി പർച്ചേസ് ചെയ്താൽ കംപ്ലൈന്റ് ഇല്ലാതെ അൺബ്രാൻഡഡ് ബ്രാൻഡഡ് ആവുമ്പോഴത്തേക്ക് കുറച്ച് ഡിസൈനുകൾ, കാരണം ബ്രാൻഡഡ് ഐറ്റം എപ്പോഴും സെയിം ഡിസൈനും കുറച്ച് വ്യത്യാസം പെട്ടെന്ന് വരത്തില്ല. അൺബ്രാൻഡഡില് പെട്ടെന്ന് ഷെയ്ഡുകൾ വ്യത്യാസം പുതിയ ഷെയ്ഡുകൾ വന്ന് ഇറങ്ങിയാൽ ഉടൻ എന്ന് വെച്ചാൽ നമ്മൾ ബ്രാൻഡഡിനകത്ത് ഒരു 20 ഐറ്റം ഡിസ്പ്ലേയിൽ ഇട്ടാൽ അവർ തമ്മിൽ അത്ര വ്യത്യാസം കാണത്തില്ല. പക്ഷെ അവർ അൺബ്രാൻഡഡിന്റെ 20 ഐറ്റം വെച്ചാൽ അത് 20 ഐറ്റം ആയിട്ട് കാണാം. അപ്പൊ നമുക്ക് കടയിൽ കൂടുതൽ സെലക്ഷൻ ഉള്ളതായിട്ട് തോന്നും. അപ്പൊ അത് ഒരു ഡെഫിനറ്റ്ലി ഒരു നല്ല പോയിന്റ്. പുതിയ പ്രിന്റുകൾ ഇപ്പം ബ്രാൻഡഡ് ഐറ്റം ആകുമ്പോൾ
കുറെ നാളെ ഒരേ പ്രിന്റ് ആയിരിക്കുമല്ലോ. അതെ, അപ്പൊ പെട്ടെന്ന് അവർ വ്യത്യാസം വരുത്തത്തില്ല. അപ്പം ഒരു കോൺട്രാക്ടർ ലെവലിൽ, ഒരു ആർക്കിടെക്ട് ലെവലിൽ ഒരു ബ്രാൻഡഡ് ഷോറൂം ഔട്ട്ലെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ 2 വർഷം കയറിയാലും ഷോറൂമിന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ അൺബ്രാൻഡഡ് നന്നായിട്ട് ചെയ്യുന്ന ഒരു ഷോറൂം ആണെങ്കിൽ അവിടെ ഒരു 3 മാസം കൂടുമ്പം വ്യത്യാസം വരുത്തി പുതിയ എവറി ക്വാർട്ടർ നമുക്ക് പുതിയ സാധനങ്ങൾ അവിടെ കാണാൻ പറ്റും. അപ്പൊ കൂടുതൽ ചോയ്സ് കസ്റ്റമേഴ്സിന് അവിടെ ഉണ്ട്. ഇത് കൂടാതെ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഷോറൂമിൽ എന്തെങ്കിലും കുറവുകൾ ഫീൽ ചെയ്തോ? ടൈൽസിൽ അൺബ്രാൻഡ് ഒരു കുറവുണ്ട്. അതായത് ലോ റേഞ്ചിനുള്ള കസ്റ്റമർ വന്നാൽ ഇപ്പൊ കൊടുക്കാൻ കുറവാണ്. തീരെ കുറവാണ്. ബ്രാൻഡഡ് ഐറ്റം ഉണ്ട്. അപ്പം ബ്രാൻഡഡ് ഐറ്റം ആവശ്യത്തിനുണ്ട്, പക്ഷെ അൺബ്രാൻഡഡ് ആവശ്യത്തിനില്ല. അപ്പൊ അത് കൂട്ടണം. അതായത് റേഞ്ച് കുറഞ്ഞ കസ്റ്റമറൊക്കെ വരികയാണെങ്കിൽ ലോ പ്രൈസിന് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് കൂട്ടണം. പക്ഷെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരാനും പാടില്ല. അപ്പൊ ഇനി കുമാറിന്റെ നേതൃത്വത്തിൽ ഇനി അതായിരിക്കും നമ്മുടെ എയിം. അതായത് അൺബ്രാൻഡഡ് മെറ്റീരിയൽസ്, പക്ഷെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ ഇവിടെ കാര്യമായിട്ട് സ്റ്റോക്ക് കൂട്ടാൻ പോയി. അപ്പം വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് ടൈൽസ് മേടിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ കുറഞ്ഞ വിലയ്ക്കുള്ള ഉണ്ട്, പക്ഷെ ഇപ്പൊ കുമാറിനെ നോട്ട് ചെയ്ത കണക്ക് അതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്, അതിന്റെ സ്പ്രെഡ് വളരെ കുറവാണ്. അപ്പൊ സ്പ്രെഡ് കുറച്ച് കൂട്ടണം. ഇപ്പൊ ഇവിടെ നിന്ന് മാനേജേഴ്സും എല്ലാവരും ഇപ്പം ഫോക്കസ്ഡ്, പർച്ചേസ് മാനേജർ മോസ്റ്റ്ലി ഞാനാണ് അതിനകത്ത് തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ കൂടുതൽ ബ്രാൻഡിലേക്ക് ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ടാണ് ഇത്രയും ബ്രാൻഡ് ഒരു കളക്ഷൻ ഇവിടെ വന്നത്. അപ്പൊ ഇനി അത് മാറി നമ്മൾ വരും മാസങ്ങളിൽ അൺബ്രാൻഡഡ് സെഗ്മെന്റ് കൂട്ടും. സാനിറ്ററി CP-യുടെ കളക്ഷനെ കുറിച്ച് എന്തോ പറയാനുള്ളത്? സാനിറ്ററിയും CP-യും റേഞ്ച് കുറഞ്ഞ റേഞ്ചില്ല. സാനിറ്ററിയിൽ കുറഞ്ഞത് 7,000 മുതലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സിംഗിൾ പീസ് ക്ലോസറ്റ്. പക്ഷെ അത് പോരാ, അതിൽ താഴോട്ടും ഇപ്പൊ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ കംപ്ലൈന്റ് വരുത്തുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 7,000 താഴോട്ടുള്ളത് മാർക്കറ്റിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. ശരി, ഓക്കെ. അപ്പൊ അതും പിന്നെ CP ഫിറ്റിംഗ്സിൽ കുറച്ചുകൂടെ റേഞ്ച് കുറഞ്ഞത്. നമ്മുടെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് നമുക്ക് എസ്കോയുടെ ഒരു വാൾ മിക്സർ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 4,000 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ്. അപ്പൊ 4,000 രൂപയ്ക്ക് താഴെ നല്ല വാൾ മിക്സർ നല്ലത് കിട്ടും, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള 6 വർഷം കിട്ടും. അപ്പൊ അത് കൂട്ടണം കുമാരനം പറയാം. ശരി. സോ നമുക്കിപ്പോൾ ഒരു പുതിയൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഈ ഷോറൂമിൽ വന്നിട്ടുണ്ട്. നമ്മുടെ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ നല്ല, പക്ഷേ ഒരു പ്രൈസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് നല്ല പ്രൈസ് കുറഞ്ഞ മെറ്റീരിയൽ, ക്വാളിറ്റി മെറ്റീരിയൽ അവൈലബിൾ ആയിട്ട് പോലും നമ്മൾ അവൈൽ ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ ഔട്ട്സൈഡ് ഒരു പെർസ്പെക്റ്റീവ്. അത് പുറത്തുനിന്ന് നമ്മുടെ കടയെ കാണുന്ന, പുതുതായിട്ട് നമ്മുടെ കട ജോയിൻ ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. അപ്പം ഡെഫിനറ്റ്ലി വരും മാസങ്ങളിൽ നമ്മൾ ആ കുറവ് നികത്തുന്നതായിരിക്കും. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ബട്ട് ഗ്യാരണ്ടീഡ് മെറ്റീരിയൽ ജസ്റ്റ് ലൈക്ക് എനി അതർ പ്രൊഡക്റ്റ് ഓഫ് ഹെവി ഇനി ഉടനെ തന്നെ ഇവിടെ വരും. സർവീസസ് ഇതുവരെ ഉള്ളതിനെക്കാട്ടിലും ഇനിയും മെച്ചമായ സർവീസസും മോർ അറ്റൻഷൻ, ഒരു പേഴ്സണൽ അറ്റൻഷൻ എല്ലാ കസ്റ്റമേഴ്സിനും ഇനിയും കിട്ടും. കണ്ടു നിന്നതിന് വളരെയധികം നന്ദി. ഷോറൂമിൽ വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ കാത്തിരിക്കും. ഇൻ ദ മീൻ ടൈം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.